ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ റെസിലിയൻസ് എന്ന് പറഞ്ഞ വേർഡായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രചോദനം നൽകുന്നൊരു വേർഡാണ്. അതായത് എല്ലാം തകർന്ന് തരിപ്പണമായ ഇടത്ത് നിന്ന് നമുക്ക് തിരിച്ച് പൂർവ്വസ്ഥിതിയിലോട്ട് വരാനുള്ള ആ ഒരു കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് പറയാം. ദ കമ്മ്യൂണിറ്റി ഷോഡ് റിമാർക്കബിൾ റെസിലിയൻസ് ബൈ റീബിൽഡിങ് ദെയർ ഹോംസ് ആഫ്റ്റർ ദ സ്റ്റോം. ഒരു വലിയൊരു പ്രളയത്തിന് ശേഷം ആ ഒരു ജനത അവരുടെ വീടുകളെല്ലാം പുനർനിർമ്മിച്ചുകൊണ്ട് ഒരു തിരിച്ചു വരാനുള്ള ആ ഒരു കഴിവ് ആ ഒരു സമൂഹം കാണിച്ചു എന്നുള്ളതാണ്. അതാണ് റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ് കോൺസിക്വൻസ് ആണ്. കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അനന്തരഫലം, പരിണിതഫലം, അല്ലെങ്കിൽ പ്രത്യാഘാതം. അതാണ് കോൺസിക്വൻസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. ദ കോൺസിക്വൻസ് ഓഫ് ടച്ചിങ് ഹോട്ട് സ്റ്റോവ് വാസ് എ പെയിൻഫുൾ ബേൺ. ചൂടുള്ളൊരു പാത്രം നമ്മൾ കൈ കൊണ്ട് തൊട്ടപ്പോൾ നമുക്ക് കൈ പൊള്ളി. അതായിരുന്നു ആ ഒരു ഇതിൻ്റെ പരിണിത ഫലം, അതിൻ്റെ കോൺസിക്വൻസ്. ആ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊട്ടതിന് ശേഷമുള്ള കോൺസിക്വൻസ് അതായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.